ഇന്ന് നമ്മളോട് കൂടെ വിശേഷങ്ങളായിട്ടുള്ളത് ഒരു പക്ഷേ ഒരേ സമയത്ത് തന്നെ രണ്ട് വലിയ റിസ്ക്കുള്ള തീരുമാനങ്ങൾ എടുത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് വിജയത്തിലെത്തിയ ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ കൂടെയുള്ളത് ആ വലിയ തീരുമാനം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സോ സ്വാഗതം. കല്യാണം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്. മറ്റേ വലിയ റിസ്ക് ഉള്ള പരിപാടി എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. ഇത് ഏതാണ്ട് സമാനമായിട്ട് ഒരേ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഇത് എങ്ങനെ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് രണ്ട് വിജയത്തിലെത്തിച്ചത്? ഇതിനകത്ത് കല്യാണം ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്ത് 2021 2021 നവംബറിൽ കല്യാണം എന്നൊക്കെ രീതിയിലാണ് ഏറ്റവും ആദ്യം സംസാരിച്ച് വെക്കുന്നത്. നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. അത് ആ സമയത്ത് നമുക്ക് തോന്നും, പ്രേമിക്കുന്ന ആ ഒരു ഇനീഷ്യൽ ടൈമിൽ. പിന്നീട് മാറും അല്ലേ? പിന്നെ മാറും. അപ്പൊ ആദ്യത്തെ മൂച്ചിൽ എനിക്ക് തോന്നി പെട്ടെന്ന് കല്യാണം കഴിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 2021 പറഞ്ഞു. ആ സമയപ്പോഴത്തേക്ക് മനസ്സിലായി ഇപ്പൊ കല്യാണം കഴിക്കുന്ന പ്രായം എനിക്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക അവസ്ഥയും ചുറ്റുപാടൊന്നും എനിക്കില്ല, പിന്നീട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെക്കുന്നു. ഒടുവിൽ കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിൽ വീട്ടുകാരെല്ലാവരും സംസാരിച്ച് കല്യാണത്തിലേക്ക് എത്തിയ സമയത്ത് എന്റെ മനസ്സിൽ മോഹം ഉണ്ടാവുന്നു ബിഗ് ബോസിലേക്ക് പോകണം. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പറ്റില്ല, ഒരേ സ്ഥലത്ത് നടത്തുള്ളൂ. അപ്പോ ലിനുവിന്റെ പപ്പ എന്റെ തീരുമാനം പറഞ്ഞ കാര്യം നമുക്ക് അങ്ങനെയാണെങ്കിൽ 2024 ഒരു ജാനുവരി മാസത്തിൽ കല്യാണം നടത്താം എന്ന് പറയാണ്. ആ പപ്പ പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഒപ്പോസ് ചെയ്ത് ഇല്ല പപ്പ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഓക്കെയാണ്, നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പപ്പ എനിക്ക് പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളല്ലേ, ഏറ്റവും ഇളയാണ് ലിനു, 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ 2 ചേച്ചിമാർക്ക് ആ സമയത്ത് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാട്ടിലുണ്ടാവും. മോന്റെ ഇപ്പൊ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവള് പുറത്താണ്, കൊച്ചിനും വരാൻ പറ്റുമല്ലോ. അപ്പൊ എനിക്കിത് കല്യാണത്തിന്റെ സമയത്ത് ഇവിടുത്തെ ബിഗ് ബോസിനെ വേണ്ടിയിട്ടേ ഇല്ല, കാരണം പറഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ ഈ ബിഗ് ബോസിന് ഓരോ ഇന്റർവ്യൂസ് ഉണ്ടാവും, ഈ ഇന്റർവ്യൂസ് ഒന്നും ഞങ്ങൾ അറിയിച്ചിട്ടേ ഇല്ല. ഞാനെല്ലാം ഇങ്ങനെ ഒറ്റക്ക് സീക്രട്ട് ആയിട്ടാണ്. കാരണം അഭ്യർത്ഥന കൊണ്ടല്ല, ഞാൻ ബിഗ് ബോസിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനുവിന്റെ ആദ്യത്തെ മറുപടി വേണ്ടെന്ന് തന്നെ പറയുന്നു. എനിക്കിത് അറിയാം വേണ്ടെന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്താണ് പറയുക. അപ്പോ ഇവളുടെ ചേച്ചി നടുക്കത്തെ ആള് ലിയ ഗർഭിണിയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ടെത്തിയ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ലിയ ഇപ്പൊ ഗർഭിണിയല്ലേ, അവർക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് കല്യാണം കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഞാൻ കല്യാണം ആദ്യം മാറ്റി വെപ്പിച്ചു. പിന്നീട് 2024 ഓഗസ്റ്റ് മാസത്തിലേക്ക് എന്ന് പറഞ്ഞു. ഞാൻ കിട്ടി. കാരണം അപ്പൊ ലിയ ഒരു കുട്ടിയാവും, ആ സമയമാകുമ്പോഴത്തേക്കും ഡേറ്റ് ഒക്കെ കഴിയും, ബിഗ് ബോസിൽ ഞാൻ ഇറങ്ങി വരികയും ചെയ്യും. അതാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ കല്യാണം മാറ്റി വെപ്പിച്ചിട്ടാണ് എന്നിട്ടത് പ്രസന്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു മറുപടി? ഒറ്റടിക്ക് ഇത് വേണ്ട എന്ന് പറയുന്ന എങ്ങനെ മുൻകൂട്ടി അറിയാം? എപ്പോഴെങ്കിലും ചർച്ചകൾ ഉണ്ടായിരുന്നു? 6 വർഷമായിട്ട് അറിയാവുന്ന ആളല്ലേ, അങ്ങനെ പറയൂലേ? കാരണം ബിഗ് ബോസ് ഇപ്പൊ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു സമ്മതിച്ചു, ബിഗ് ബോസ് പൊക്കോ, കുറെ ഡിമാൻഡ്സ് ഉണ്ട്, കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. വീക്കെൻഡ്സിൽ ഓരോ പെണ്ണുങ്ങൾ വരെ പുറത്താവും. ചിലപ്പോ നിങ്ങൾ ആദ്യം പുറത്താവുമായിരിക്കും, നിങ്ങളല്ല വേറെ ആരെങ്കിലും പുറത്താവുന്നെങ്കിലും നിങ്ങൾ പുറത്തായെങ്കിലും ഒരാഴ്ച കൊണ്ട് ബന്ധം ഉണ്ടായെങ്കിൽ ലാസ്റ്റ് കെട്ടിപ്പിടിച്ച് കരയുമല്ലോ, പറ്റില്ല. ഒരു പെണ്ണിന്റെയും സങ്കടം കേൾക്കാൻ പാടില്ല. പിന്നെ സീസൺ 5 ഈ മടി കിടന്നൊക്കെ ഉറങ്ങുമായിരുന്നല്ലോ, അതുപോലെ മസാജ് ചെയ്യിപ്പിക്കരുത്, മടി കിടന്ന് ഉറങ്ങാൻ പാടില്ല, ഒരു പെണ്ണുമായിട്ട് കൂടുതൽ എടുക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു എനിക്ക്. ഡിമാൻഡ്സ് എല്ലാം ഇത് ആക്ച്വലി ബിഗ് ബോസ് തരുന്ന കുറച്ച് പേർപ്പസിനേക്കാൾ കൂടുതൽ കണ്ടീഷൻ റിയൽ ബിഗ് ബോസ്. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് ഞാൻ പിന്നെ അത് സമ്മതം മൂടി. കാരണം സമ്മതം മൂടി എന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിട്ട് താൻ എന്തോടെ കാണിക്കുന്നത് ചോദിക്കാൻ പറ്റില്ല. ശരിക്കും ബിഗ് ബോസ് ഹൗസിനകത്തെ ക്യാമറ തന്നെയാണ് പേടിച്ചിരുന്നത്, പുറത്തിരുന്ന ലിനോന്റെ 2 കണ്ണുകളായിരുന്നു പേടിച്ചിരുന്നത്. ബിഗ് ബോസിലെ 10 ക്യാമറ പേടിയുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അവിടെ ഇപ്പൊ ഫസ്റ്റ് വീക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഓരോ സംസാരം ഉണ്ടാവുമല്ലോ, ഒരാൾക്കാരുടെ കൂട്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു പെങ്കൊച്ചെനിക്ക് വന്ന് ഷൈക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇത് ലിനുവേണ്ട എന്തായിരിക്കും റിയാക്ഷൻ. അത് ഒറ്റ മൊമെന്റില് അവിടെയും ചിന്ത പോകും. ഏറ്റവും ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ സമയത്ത് മീഡിയ എന്ത് പറയുന്നുള്ളതും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാൻസ് എന്ത് സംസാരിക്കുന്നുള്ളതല്ല അല്ലെ, ഇവിടെ ഒരൊറ്റ റിയാക്ഷൻ എന്താണെന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥന പെട്ടെന്ന് പുറത്താവണേന്നായിരുന്നോ? ഇത് എങ്ങനെ കൺവിൻസ് ചെയ്ത് എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഇടക്കിടക്ക് ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഞങ്ങളൊരു 6 വർഷത്തെ പരിചയമുണ്ട്. ഓരോ സമയത്തും ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും ആദ്യം യൂട്യൂബ് പരിചയപ്പെട്ട സമയത്ത് യൂട്യൂബോ വ്ളോഗിങ്ങോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിൽ, അപ്പൊ ടീച്ചറും എല്ലാ സമയത്തും വേറൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക.
കുറച്ചുകൂടി ഫോർമൽ ലുക്കിൽ നടക്കുന്ന സമയം അങ്ങനെയാണ് ഓപ്പണായിട്ട് പറയാം MLM കമ്പനിയിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് പെട്ടെന്ന് കോടീശ്വരനാകാൻ വേണ്ടിയിട്ട് ആ പരിപാടി എനിക്ക്. അപ്പോ ആ സമയത്ത് അപ്പോ എനിക്ക് പറയാം താൻ ആ ടീച്ചർ പണി നോക്കണോ, വെറുതെ താൻ ഈ പരിപാടി എന്നൊക്കെ എനിക്ക് വഴക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് കുറച്ചായിട്ട് അതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഞാൻ വന്നിട്ട് പറഞ്ഞൊരു ബിസിനസ് പ്ലാനിങ് എന്ന് പറയുന്നു, ഒന്നിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് വേണ്ട, പറ്റത്തില്ല, ഒരു മീൻ കച്ചവടം, ഒരു ഭയങ്കര ഹൈ ലെവൽ മീൻ കച്ചവടം ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഓടിപ്പോയി. അപ്പൊ എന്റെ തുടങ്ങി ഗംഭീരമായി. അത് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ്ലൈൻ ആയിട്ട് മറ്റേ നമ്മൾ വിരിച്ചിട്ട് മറ്റേ കിലോക്ക് രീതിയിലൊക്കെ വിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. തുടങ്ങി എന്ന് പറയുന്ന അതേ കോൺഫിഡൻസിലാ പറയണത്, അത് പൊട്ടിപ്പോയി. അല്ലേ, ഞാനൊരു 6 ബിസിനസ്സോളം പൊട്ടിച്ച കഥയൊക്കെ അറിയാം. ശീലമായി പൊട്ടിച്ച് 6 വർഷത്തെ പ്രണയം, 6 ബിസിനസ്. പോകത്തില്ല, നിർത്തിട്ട് പോയി. അല്ല, ഓൺലൈനായിട്ട് വലിയ സംഭവം വലിയ ആപ്പൊക്കെ വെച്ച് തുടങ്ങിയ സംഭവം ഞാൻ അവിടെ തട്ടിട്ടത്. ആരും ചിന്തിക്കാത്ത രീതിയിലേക്കൊക്കെ അല്ലെ ഓൺലൈൻ പരിപാടികളിലൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് എന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് അത് പരാജയപ്പെടുന്നത്. ആ പരിപാടി മോശമായോണ്ടല്ല, എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഞാൻ ഓരോന്നിങ്ങനെ ഒന്ന് പറയും, ഇടയ്ക്ക് ഒരു ബിസിനസ് പറയും, പിന്നീട് ടീച്ചിങ് ഫീൽഡിന്റെ കാര്യം പറയും. അങ്ങനെ ഇപ്പൊ ഇതൊക്കെ അറിയാം. ഇപ്പൊ പറയുന്നുണ്ട് വേറൊരു കാര്യം. എന്താണ് പറയൂ? പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ശരിക്കും മറ്റേ പുണ്യാണലിലെ ജയസൂര്യ നൈലോഷിയോട് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അംബാനിയുടെ വൈഫ് ആവാ, ഇല്ലെങ്കിൽ ഒരു ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ 2 ഓപ്ഷൻ? ശരിക്കും കൺവിൻസിങ് സ്റ്റാർ ആണല്ലേ? അയ്യോ, നല്ല കാര്യമായിട്ട് അങ്ങനെ പോയതാ ബിബി വരെ ആണല്ലേ. ബിഗ് ബോസിൽ പോകുന്ന കാര്യം ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇപ്പോ നമ്മളിപ്പോ യൂട്യൂബിൽ ഇപ്പൊ വീഡിയോ ചെയ്യുക, ക്രൈം സ്റ്റോറീസ് മാത്രമായി ചെയ്യാം. ടിവിയിൽ നിന്ന് ഇറങ്ങുന്ന നമുക്ക് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യാം. നിനക്ക് കുറച്ച് ഫെയിം കിട്ടും, നിനക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സുരക്ഷിത ഉണ്ടാവും, നമുക്ക് നല്ലത്. അങ്ങനെ ഞാൻ കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ബിഗ് ബോസിനെ. പിന്നെ ഇവിടെ പറഞ്ഞ എല്ലാം ഞാൻ അംഗീകരിച്ചു. ആരെയും കെട്ടിപ്പിടിക്കില്ല, ആരുടെ പോയി നിൽക്കില്ല, പെമ്പിളായിട്ട് കൂട്ടുകൂടത്തില്ല. ഒരു സത്യമൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. പ്രേമം സ്ട്രാറ്റജി, ലവ് സ്ട്രാറ്റജി ആരെങ്കിലും ആയിട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടും നിങ്ങളെ. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ ബിബിയിലേക്ക് വിടാൻ സമ്മതിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബിബിയിലെ ആൾക്കാരെ വിളിച്ചിട്ട്, ബിഗ് ബോസിലെ ആൾക്കാരെ വിളിച്ചിട്ട് സിജോ നീ ഓക്കെ ആണെന്ന് പറയുമ്പോഴും എനിക്ക് അപ്പോഴും കോൺഫിഡൻസ് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല. കാരണം ഇത് നോക്കിയാ പറയാം, ഇത് ശരിക്കും ഈ അവിടെ സമയത്ത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ അല്ല. എപ്പോഴും നമ്മൾ ഇത് എങ്ങനെ മൂവ് ചെയ്യുന്നു, കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും സ്ട്രാറ്റജികളിൽ കുറെ കാര്യങ്ങളിൽ വരേണ്ടി വരും അല്ലെ. നമ്മൾ ഇല്ല. അപ്പൊ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഇതൊക്കെ മാറുമ്പോഴും ഇങ്ങനെ ഇത് ആലോചിച്ചുണ്ടോ, എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് ശരിക്കും ലഭിച്ചത്? അത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, ഇവർക്ക് അറിയാം ഞാൻ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ മാക്സിമം അതിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അത് സത്യസന്ധമായിട്ട് ചെയ്യുന്നു നോക്കും അറിയാം. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞോളൂ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ആസ് എ എന്താ പറയുക ലവർ, അല്ലെങ്കിൽ നാളെ വൈഫ് ആവാൻ വേണ്ടി പോകുന്ന നിന്നെ മറന്നിട്ട് ഞാൻ അവിടെ ഒന്നും ചെയ്യില്ല. അല്ലാത്ത രീതിയിൽ ഞാൻ പെർഫോം ചെയ്യും. അപ്പൊ ഞാൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് ഭയമില്ല. പിന്നെ എന്റെ മനസ്സിൽ ലിനുവോട് ഉണ്ടല്ലോ, ഇപ്പൊ ലിനുവിനൊരു ബുദ്ധിമുട്ടാകൂ എന്നുള്ളൊരു സംഭവം മാത്രമേ. അല്ലാണ്ട് ലിനു ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ചെയ്തില്ല. ഈ കണ്ട ആൾ തന്നെയായിരുന്നു ശരിക്കും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു? അതോ ഒരു മാസ്ക് ഉണ്ടായിരുന്നു? ഇല്ല, കാട്ടുതീ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടേ എന്റെ അടുത്ത് 1-2 ആൾക്കാർ തന്നെ ഉപദേശം ഉണ്ടായിരുന്നു. ഞാൻ നമ്മള് ദേഷ്യം ഇത്തിരി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. എന്റെ അടുത്ത് പറഞ്ഞു, കല്യാണം കഴിയുമ്പോഴത്തേക്കും ദേഷ്യം എപ്പോഴൊക്കെ വന്നാലും ശരി അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം എന്നിട്ട് ഇങ്ങനെ പലരും പറഞ്ഞു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാനേ പോയിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നതുകൊണ്ട് പിന്നെ എനിക്ക് ശരിക്കും ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയാലും അതിന്റെ ഉത്തരത്തിലെത്തിയില്ല. ശരിക്കും ഏറ്റവും റിസ്ക് ഉള്ളൊരു തീരുമാനം ഏതായിരുന്നു? ബിഗ് ബോസ് ആയിരുന്നു, വിവാഹമായിരുന്നു? അത് വിവാഹമായിരുന്നു. 100 ദിവസം കഴിഞ്ഞാൽ ഇത് 100 വർഷം
അത് 100 തീരും ഉറപ്പുണ്ടായിരുന്നു. അതെ, ഇത് തീരും, എപ്പോ തീരും, എങ്ങനെ തീരും. അതെ, അല്ല അവിടെ പോയി നമ്മൾ നിൽക്കുമ്പോഴേ വേറെ കൂടെ ഉണ്ട്. ഓരോ ദിവസം നിൽക്കുമ്പോഴും ഇന്ന് കുറച്ച് കാശ് അക്കൗണ്ടിൽ കയറും. അപ്പൊ നമ്മൾ എന്ത് കാണിച്ചാലും കാശ് അക്കൗണ്ടിൽ കയറുള്ളൂ. കാശ് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി ഭയങ്കര റിസ്കുവാ. ഇത് ഏറ്റവും ലഘുവായിട്ട് ഇങ്ങനെ നമ്മൾ വേറെ അല്ലെ പറയാൻ പറ്റില്ല. ഏറ്റവും നല്ലതാ മറ്റേ അക്കൗണ്ടിൽ കാശ് കയറും. ശരിക്കും തീരുമാനത്തിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ ശരിക്കും ബിഗ് ബോസ് വരുന്നു, തുടരെ തന്നെ ശരിക്കും അതിൻ്റെ ഒരു ഫെയിമില് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ല. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് മാരേജിലോട്ട് പോകുന്നത്. ഇത് എല്ലാം പെട്ടെന്നായി എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ബിഗ് ബോസ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓഗസ്റ്റില് ഞങ്ങൾ കല്യാണം ആദ്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2024 ഓഗസ്റ്റ് 14, 11 ഈ 2 തീയതികളിൽ മനസ്സമ്മതവും കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായി. ഞാൻ ചെന്നൈയില് സർജറിക്ക് പോയി. കാരണം ആക്ച്വലി എന്റെ സർജറി ചെയ്യേണ്ടത് 2024 ഒക്ടോബർ മാസത്തിലാണ്. അങ്ങനെ ഡോക്ടർ സർജറി പറഞ്ഞിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി. അപ്പൊ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 5 അല്ലേ, ഓഗസ്റ്റ് 5 നമ്മുടെ സർജറി ചെയ്തു. അപ്പോ കല്യാണം മാറ്റി വെക്കേണ്ടതായിട്ട് എനിക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടുകാർക്കൊക്കെ മനസ്സിലായി കണ്ടീഷൻ മോശമാണ്, ഹെൽത്ത് വൈസ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഫിസിക്കലി കാണുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അത്ര ഹെൽത്ത് എനിക്ക് ഓക്കെ ആയിരുന്നില്ല. അങ്ങനെ കല്യാണം മാറ്റി വെക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഓഗസ്റ്റിൽ കല്യാണം ചെയ്യാം എന്ന് തന്നെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് മാറിപ്പോയി. അങ്ങനെയാണ് പിന്നീട് നമ്മൾ സെപ്റ്റംബറിലേക്ക് പിന്നീട് മനസ്സമ്മതം വെക്കുന്നു, ജാനുവരിയിലേക്ക് കല്യാണം മാറ്റി വെക്കുന്നത്. ഈ ശരിക്കും ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴേ ഉള്ളിൽ പക്ക ഒരു ടീച്ചർ ഉണ്ട് അല്ലേ. ഇതിപ്പോ വ്ലോഗിലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല കുട്ടികളെ ഞാൻ പറഞ്ഞ ഡേറ്റ് ചെയ്തായിരുന്നു. അതായത് ഓഡിയൻസ് ആയിട്ട് കാണുന്നതും അല്ലെങ്കിൽ മുമ്പിലെ കുട്ടികളായിട്ട് കാണുന്നതും ലിലുവിനെയാണ്. ലിലുവിനെ ആയിട്ട് കണ്ടിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഡേറ്റ് എത്രയായിരുന്നു അത് കമന്റ് വരും. ഞാൻ 18ാമത്തെ വയസ്സിൽ പഠിപ്പിക്കല് തുടങ്ങിയതാണ്. ഒരു 10-27 വയസ്സ് വരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ എന്താ പറയുക, നമ്മൾ ഈ ഒരു യുവാവാവുന്ന സമയത്ത് തന്നെ പഠിപ്പിക്കൽ അങ്ങ് സ്റ്റാർട്ടായി. എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ടാവും. ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ട്യൂഷൻ രാവിലെ ഉണ്ടാവും. അപ്പോ ഇതിങ്ങനെ എല്ലാ ദിവസവും തുടരെ സൺഡേ ഉൾപ്പെടെ എല്ലാ ദിവസവും ഒരു ടീച്ചർ എന്ന രീതിയിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇങ്ങനെ ചിരിച്ച് ചെറുപ്പത്തിലെ അപ്പൊ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഇത് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയത് കംപ്ലീറ്റ്ലി ഇത് പിള്ളേരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ, മാത്സ് ആയ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ റോഹൻ കോഡ് സംസാരിച്ചാൽ ഇത് പക്കയായല്ലോ, അത്ര എക്സ്പ്ലനേഷൻ ശരിക്കും ആക്ച്വലി നല്ല ക്വാളിറ്റി. അത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്ലാരിറ്റി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. പക്ഷെ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് വരുമ്പോ മാത്രമാണ് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഭയങ്കര സ്പൂൺ ഫീഡിങ് പോലെ. വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. എന്റെ പോർഷൻ കുറെ എഡിറ്റ് കളയുന്നത്, കാരണം എന്റെ പോർഷൻ കുറെ ഉണ്ടാവും. ആ വരുന്നതിന് കുറെ എഡിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ശരിക്കും ഉള്ളിൽ എടുക്കുന്നുണ്ട്. ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവോ ഇനി അധ്യാപകർ? ഇല്ല. ഇനിയിപ്പോ നമ്മള് നേരത്തെ ചോദിച്ചില്ലേ ഇനി എന്താണ് പ്ലാൻ? ഞങ്ങൾ ഒരു ബിസിനസ്സിനായിരിക്കും സംസാരിക്കുന്നുണ്ട്. ആ ബിസിനസ്സിൽ ഉണ്ട് ഒരുമിച്ചാണോ? അതല്ല, അത് 2 കാര്യമുണ്ട്. ഒന്ന്, ഇനി അടുത്തത് ലിനുവിലെ ഭാഗ്യം പരീക്ഷിക്കാം. രണ്ടാമത് ഇത് പൊട്ടിയാലും ആ തലയ്ക്ക് ഇടാൻ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു ഒഫീഷ്യലായിട്ട് വേണമെങ്കിൽ റിവീൽ ചെയ്യാം ഈ സമയത്ത്. അത് ഇനിയിപ്പോ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആരെങ്കിലും വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെ കുറച്ച് ഡ്രസ്സിന്റെ പരിപാടീസ്, പിന്നെ ഒരു ഫാമിലി സലൂൺ, ഇതൊക്കെയാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബിസിനസ് ഐഡിയാസ്. പിന്നെ ഞങ്ങള് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ എനിക്ക് 2 സ്ക്രിപ്റ്റ് ഇങ്ങനെ എന്റെ അടുത്തേക്ക് വന്നു. ഞാനിങ്ങനെ ചോദിച്ചു, അച്ഛൻ ഞാനത് ചെയ്ത് നോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പോഴും എനിക്ക് പറഞ്ഞിരുന്നത് നായികമാരെ കെട്ടുപിടിക്കാൻ പാടില്ല. ഞങ്ങളൊരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ സായിയൊക്കെ ഉണ്ട്. ഞങ്ങളൊരു സിനിമയുടെ കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ സായി എൻ്റെ അടുത്ത് പറഞ്ഞാ നിന്റെ നായികയുടെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. സായി ഒരു പെണ്ണിന്റെ ഫോട്ടോ നീ മുകളിലേക്ക് അയച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുക, ഞങ്ങൾ കാർ നിർത്തി, സ്നേഹ ഉണ്ട് അപ്പുറത്ത്, സൈഡ് വായിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞു, സൂപ്പർ, എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കണ്ട, പൈസ ഒന്നും വേണ്ട, ഞാൻ അഭിനയിച്ചേക്കാൻ. പെട്ടെന്ന് സായി ആരും അഭിനയിക്കുന്നു, ഇയാൾ അഭിനയിക്കുന്നേ ഇല്ല. ആരാ പറഞ്ഞ സായി എടുത്തത്? ഈ പെണ്ണുണ്ടെങ്കിൽ ഇയാൾ സിനിമയിലില്ല. അങ്ങനെ ഒരു കലാകാരനെയാണ് മുളയില്
ഞങ്ങൾ തമാശക്ക് പറയും സ്ക്രിപ്റ്റിനകത്ത് ഒരു ഫ്രഞ്ച് കിസ് ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ചാൽ ചെയ്യാം. അതായത് കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ആവശ്യമല്ല. ഈ ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലോട്ട് എത്തുമ്പോൾ കുറെ പേർക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, സിനിമയെ പോലുള്ള ലക്ഷ്യങ്ങളായിരിക്കും. ശരിക്കും സിജോന് എന്തായിരുന്നു ശരിക്കും ബിഗ് ബോസ്? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫെയിലിയർ ആയിപ്പോയിട്ടുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രത എനിക്ക് വേണം. അപ്പോ ഞാനിപ്പോ ഒരു അധ്യാപകനാകാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അധ്യാപന വൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന സാലറി, ഞാനിപ്പോ ഒരു ഹൈസ്കൂൾ ആകാനായിട്ടുള്ള പഠനമാണ് എനിക്കുള്ളത്. BEd ഉണ്ട്, MSc ഉണ്ട്, നെറ്റ് ടെസ്റ്റ് ഒന്നും ഞാൻ പാസ്സായിട്ടില്ല. അപ്പൊ ഒരു ഹൈസ്കൂളിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടുന്ന സാലറി ഒരു 45,000 രൂപ വരെ മാക്സിമം എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്റെ കടബാധ്യതകളും എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പൊ കുറച്ചുകൂടെ സാമ്പത്തികം വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബ്ലോഗിങ്ങിലൂടെ എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ബിസിനസ് ചെയ്യണം, എത്ര കഴിവില്ലെന്ന് പറഞ്ഞാലും എനിക്ക് ആഗ്രഹങ്ങൾ ഒരുപാടാണ് ബിസിനസിന്റെ കാര്യം. അപ്പോൾ കൂടുതൽ സാമ്പത്തികം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ഏറ്റവും ആദ്യം ബ്ലോഗിങ്ങിലേക്ക് വരുന്നത്, ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ വ്ളോഗിങ്ങിലൊക്കെ വന്നപ്പോഴത്തേക്കും ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സാമ്പത്തികം എനിക്ക് അവിടെ നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആഗ്രഹിച്ചു, ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇപ്പൊ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള വ്യക്തി എന്ന രീതിയിൽ എനിക്കിപ്പോ ആക്ടിങ് എനിക്ക് എത്ര കഴിവുള്ള ആളൊന്നും അല്ല. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് പയറ്റി നോക്കാം. പക്ഷെ ഇപ്പൊ ഒരു സിജോ എന്ന് പറഞ്ഞ ഒരാൾ മുന്നിലേക്ക് പോവാ, അപ്പൊ നീ ആരാണെന്ന് ചോദിക്കും. അപ്പൊ എന്റെ ഫേസ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം ആദ്യം. അതിനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വരുന്നത്. ഞാൻ അതായത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് എത്തുന്നതാണ് ഓപ്പണായിട്ട് പറയാം. ശരിക്കും ഈ ബിഗ് ബോസ് ഫേസ് വാല്യൂ കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കിട്ടുന്നതിൽ കുറച്ച് രജിസ്റ്റേർഡ് ആകുമ്പോൾ ചിലതിനൊക്കെ പരിമിതികൾ ഉണ്ടാവുമെന്നും പറയും. ചിലപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിലാണ് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആഫ്റ്റർ ബിഗ് ബോസ് ശരിക്കൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് പിന്നെ ആർക്കും അറിയില്ല. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോ ഒരു സംവിധായകന്റെ അടുത്ത് ചാൻസ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ആക്ടറിന്റെ അടുത്ത് പരിചയപ്പെടുത്തുകയാണ്. അവർക്കപ്പോ പക്ഷെ അവരുടെ മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കുന്നത് പോലും നിർബന്ധമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നും ആകത്തൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ പല ആൾക്കാർക്ക് ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ സച്ചിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു മൂവി സക്സസ് ആയ ഡയറക്ടറുണ്ട്, പുള്ളിയുടെ ഞാൻ സംസാരിച്ചു, പുള്ളി ഞാനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ പുള്ളിന്റെ അടുത്ത് പറയണം പറ്റുന്ന പരിപാടീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് പണ്ടാണെങ്കിൽ ആ ചാൻസ് എനിക്ക് കിട്ടില്ല, ഉറപ്പായിട്ട് കിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ളത് കൊണ്ട് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മറ്റുള്ളവരുടെ എനിക്കറിയില്ല. ഓക്കെ, ഈ രണ്ട് ചാൻസ് ചോദിക്കേണ്ട അവസ്ഥയാണല്ലേ, ഡയറക്ടറോടും ചോദിക്കേണ്ട അവിടെ. പക്ഷെ കൺവിൻസിങ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ പലപ്പോഴും നമ്മൾ ഈ ഇൻസ്റ്റ സ്റ്റോറീസിന്റെ കാര്യത്തിൽ പറയാം, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് കാണിക്കുക, കുറച്ച് കളർഫുൾ ലൈഫ് ആയിരിക്കും കാണിക്കാന്ന് പറയും. പ്രത്യേകിച്ച് സെലിബ് കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ വ്ളോഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും പലപ്പോഴും ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, വിഷ്വൽ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സിജോന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കാര്യമല്ല, വരും റിയൽ കുറേ സാധനങ്ങൾ വരും, കുറച്ച് ജെന്യുവൻ ആയിട്ട് എന്താണ് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എങ്ങനെയായിരുന്നു എന്നുള്ള വരെ സിജു കാണിക്കുന്നു പറയും. ഈ അടുത്തൊരു സംഭവം തന്നെയായിരുന്നു വീടിന്റെ കാര്യം പറഞ്ഞിട്ട് ചെയ്യുക എന്നുള്ള സാധനം. ഏറ്റവും ഇമോഷണൽ ആയിട്ട് എപ്പോഴും കൊച്ചിലെ ഓർക്കുന്ന ഒരു കാര്യം ശരിക്കും വീടുമായി ബന്ധപ്പെട്ട ഓർമ്മയാണോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഈ BBയിൽ പോയി ഞാൻ അങ്ങനെയൊന്നും ബോധടാവുന്ന ആളൊന്നുമല്ല. ബിഗ് ബോസിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ അത് വലിയൊരു ഫെയിം ആയിട്ട് ഞാൻ കരുതുന്നുമില്ല. സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും മറന്നു, ഒബിയസ്ലി നമ്മളൊക്കെ ആൾക്കാർ മറന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് നമ്മൾ പച്ചയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട് കാണിക്കുമ്പോഴാണെങ്കിലും അല്ല എൻ്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ റഹ്മർ പറഞ്ഞ പോലെ ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ എന്താണോ അത് തന്നെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങള് ഈ വീട് കാണിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അച്ഛനും അനിയത്തിയും കൂടെ പറഞ്ഞു, എടാ നമുക്ക് വീട് ആദ്യം ഒതുക്കാം, വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടും, എന്നിട്ട് നമുക്ക് കാണിക്കും. അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാനും അത് ചോദിക്കാൻ കാരണം അതാ, കാരണം എല്ലാവരും ഒന്ന് സെറ്റ് ആക്കി വെക്കും. തുടങ്ങുമ്പോ തന്നെ ഒക്കെ സെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് കോണ്ടന്റ് ആക്കി. കാരണം 2 ദിവസം അവിടെ ഇരിക്കുക, ഇന്ന് ഞാൻ വരുമ്പോഴും അവിടെ തന്നെ ഇരിക്കുക, അത് മാറ്റിയിട്ടില്ല. ഇതിനു വേണ്ടി മാറ്റേണ്ടതില്ല. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് കൂടുതലായിട്ട്. പിന്നെ ഞാൻ എന്റെ വീടിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ അത്ര വലിയ വീട്ടിൽ ജനിച്ച ആളോ അങ്ങനെ അല്ലെങ്കിൽ അത്ര വലിയ സാമ്പത്തികമുള്ള ആളൊന്നും അല്ല. അപ്പൊ ഞാൻ ഉള്ളത് കാണിച്ചാൽ മതിയല്ലോ, നമ്മള് എക്സ്ട്രായും കാണിക്കേണ്ട. കൂടുതൽ ഇപ്പൊ നമുക്ക് 2 രീതി വേണമെങ്കിൽ വ്ളോഗ് ചെയ്യാം. ഒന്ന് നമുക്കുള്ള സാമ്പത്തികത്തെക്കാൾ കുറച്ചുകൂടെ ദാരിദ്ര്യം കൂട്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. അയ്യോ എനിക്കൊന്നും ഇല്ല, എനിക്ക് മറ്റാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ പോഷ് കാണിച്ച് ചെയ്യാം. ഇത് രണ്ടിന്റെ ആവശ്യമില്ല. ഞാൻ എന്താണോ എനിക്ക് അത് കാണിച്ചാൽ മതി എന്നാണ് എന്റെ താല്പര്യം. ഓഡിയൻസ് പറഞ്ഞു ഇവൻ അങ്ങനെ ഭയങ്കര സാമ്പത്തികം ഇവൻ വൻ വീടൊക്കെയാണല്ലോ. അത് മറ്റേ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റമല്ല. കാരണം അവരൊരു പക്ഷേ ഒരു ചെറിയ വീട്ടിലായിരിക്കാം താമസിക്കുന്നത്. അപ്പൊ അവർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പിച്ചയുടെ വലിപ്പമുള്ളതായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അവരത് അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ
ഞാൻ ഇതിനു ഒരിക്കലും ഞാൻ എവിടെയും പാവപ്പെട്ട ഒരുത്തനാണെന്നോ അല്ലെങ്കിൽ ഒരുപാട് ദരിദ്രനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഫാമിലിയെ പറ്റി അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക ചുറ്റുപാടിനെ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ കാണിക്കുന്നത് പച്ചയായിട്ടാണ്, അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം. ഈ കൊച്ചിലെ തൊട്ടിട്ട് കുറെ കാര്യങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുള്ള ആളാണ് അല്ലെ? ഈ സ്വരൂട്ടി വരിക എന്ന് പറഞ്ഞ പോലെ കുറെ പ്ലാനിങ് സംഭവം ഉണ്ടായിരുന്നു. ഈ പൊട്ടുമ്പോ വരെ അടുത്തൊന്നിലേക്ക് നയിക്കാൻ പ്രചോദിപ്പിക്കുന്നത് എന്താ? അവനവൻ തന്നെയാണോ അതോ സാന്നിധ്യങ്ങളുണ്ടായിരുന്നു? സാന്നിധ്യം ഏറ്റവും ആദ്യം അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുള്ളത് ചെറുപ്പം മുതൽ. കാരണം ഇപ്പൊ ഞാൻ BEd കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ BSc MSc BEd കാരനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ടീച്ചറായി കാണണമെന്നായിരിക്കും എന്റെ വീട്ടിലുള്ള എല്ലാവരുടെ ആഗ്രഹം. കാരണം അവരുടെ പണം കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ MSc വരെ എന്റെ അമ്മയുടെ പണം കൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. BEd ആണ് പിന്നീട് BEd എന്റെ അമ്മ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് സാമ്പത്തികം എന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയാണ് ഞാൻ ആ പ്രൊഫഷനിലേക്ക് പോകുന്നില്ല, ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട്, കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്, എന്റെ അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പൊ സാമ്പത്തികം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അന്നത്തെ ദിവസം വീട്ടിൽ സാമ്പത്തികം ഇല്ല എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അന്ന് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപ പോലും തികച്ച് ആ സമയത്ത് കൂലിയില്ല ഒരു ദിവസം. അപ്പൊ നമുക്ക് ഒരു മാസം നമ്മുടെ മാക്സിമം വരുമാനം എന്ന് പറയുന്നത് 30,000 രൂപ 30 ദിവസം പണിക്ക് പോയാൽ, അല്ലെങ്കിൽ 25 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 25,000 രൂപ. അതുകൊണ്ട് 3 മക്കളെ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അടപടം പൊട്ടും, അപ്പൊ റിസ്ക് ആണ് ഭയങ്കര. അപ്പൊ എനിക്ക് അമ്മ പറഞ്ഞു, ഓക്കെ നിനക്ക് അങ്ങനെ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നീ കുറച്ച് നാള് ഒന്ന് പോയി നോക്ക്. അങ്ങനെ അമ്മ ആദ്യം സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ അവരുടെയൊക്കെ ആ സപ്പോർട്ടിന് വിരുദ്ധമായി ഞാൻ എല്ലാം പൊട്ടിച്ചു കാണിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ പെട്ടെന്ന് പൊട്ടിക്കും. ഒരു ബിസിനസ് തുടങ്ങും 2 മാസം കൊണ്ട് പൊട്ടിക്കും. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തപ്പോഴത്തേക്ക് എന്റെ അമ്മൂമ്മ എനിക്ക് കുറച്ച് കാശ് തന്നിട്ട് പറഞ്ഞു, മോനെ പട്ടിക്കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ പോകും, അപ്പൊ നീ ഇത് വെച്ചിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു 13 പട്ടിയായിട്ട് വീട്ടിൽ വരുന്നു, കുറെ പട്ടിക്കൂട് കെട്ടുന്നു, പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ ആ പൈസ കിട്ടിയത് മൊത്തം ഞാൻ പട്ടീനെ വാങ്ങിച്ചു, പട്ടിക്കൂട് പണിതും തീർത്ത്. ഇത് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 10,000 രൂപ വാങ്ങിച്ചിട്ട് പട്ടിക്ക് തീറ്റ കൊടുക്കാൻ കാശില്ല, പീഡിപ്പിക്കാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 10,000 രൂപയ്ക്ക് വാങ്ങിച്ച പട്ടിയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപ ഞാൻ വിൽക്കും. കാരണം നമുക്ക് വേറെ ഇനി ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഏറ്റവും ആദ്യത്തെ മുതൽ മുടക്ക് അമ്മൂമ്മയാണ് എനിക്ക് തരുന്നത്. അത് മൊത്തം തീർന്നു. പിന്നീട് ഞാൻ വീട്ടുകാർക്ക് ഞാൻ കാശ് ചോദിക്കില്ല. പിന്നെ ഞാൻ തന്നെ കുറച്ച് പരിപാടീസ് ഒക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന കാശും അല്ലെങ്കിൽ കുറച്ച് കാറ്ററിങ്ങിന് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പണിക്കൊക്കെ പോകും. എന്നിട്ട് ഞാൻ കാശ് കൂട്ടി വെച്ചിട്ട് അടുത്ത ബിസിനസ് തുടങ്ങും. ബിസിനസ് ചെയ്ത് ശരിയാണെങ്കിലും ലാഭം മുഴുവൻ നാട്ടുകാർക്ക് കിട്ടും. എല്ലാം വണ്ടി കച്ചവടം ചെയ്തു. വണ്ടി കച്ചവടം ചെയ്തിട്ട് അത് പൊട്ടി. നമ്മുടെ പട്ടാളത്തിൽ കൂട്ടുകാരുണ്ട്. അപ്പൊ എനിക്ക് വിളിച്ച് ഞാൻ പറയടാ, ഈ പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ മിലിറ്ററി ബുള്ളറ്റ് ട്രെയിനിൽ കയറ്റി അയച്ചു തരൂ, ഞാനിവിടെ അത് ലക്ഷങ്ങൾ. അപ്പം അവനിപ്പോ ഒരു 50,000 രൂപ ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് അത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൂട്ടി വെച്ച് കൂട്ടുകാരത്ത് കടവ് വാങ്ങിച്ചിട്ട് 50,000 രൂപ ആകുമ്പോഴത്തേക്കും 50,000 രൂപ അയച്ചു കൊടുക്കും. ബുള്ളറ്റ് വരും. പക്ഷേ ഈ ബുള്ളറ്റിന് ചിലപ്പോൾ 1 ലക്ഷം രൂപ പണിയുണ്ടാവും. എന്നിട്ട് ഞാനത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടുകാരുണ്ട് എല്ലാവരും. അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താണ് ദാസൻ നമുക്ക് ഈ പുതിയതായിട്ട് ഓരോന്ന് കൊട്ടുമ്പോഴും അടുത്തൊരു സാധനമായിട്ട് ഒരാൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കും. എന്റെ ഒരു ബിസിനസ് പാർട്ണർ കൂട്ടുകാരനുണ്ട്, നിക്കില്ല. വീട്ടിൽ വന്നിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു സംസാരിച്ചിരിക്കും, എന്താ പുതിയ പ്ലാൻ? ഞാനിപ്പോ എണ്ണ കച്ചവടം ചെയ്യുന്നു, കായത്തിന്റെ കച്ചവടം ചെയ്യുന്നു. അപ്പൊ എനിക്ക് ചോദിച്ചു, നിന്റെ പുതിയ പ്ലാൻ എന്താ? ഞാൻ പൊട്ടിക്കാരംഭിക്കാൻ പോകുന്നു. ഞാൻ പറയും, നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യില്ലേ, അപ്പം പൊട്ടി അടപടലായി പോകും, വേറെ ആക്കിയാൽ മതി. വേറെ. പക്ഷെ ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം നല്ലത്, എന്താ ചെയ്യാത്തേ ചോദിക്കുന്നത് ഉണ്ട്. ശരിക്കും ലിനുവിന്റെ എൻട്രിയിൽ ശരിക്കും ഇതിൽ ഏത് കച്ചവടമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? അതോ മണി ചെയിൻ ആയിരുന്നു? മനസ്സിലായിരുന്നു. പിന്നെ അതൊരുമാതിരി പരിപാടി കൈ കിട്ടി, അപ്പം മാറിയിരിക്കുക. അപ്പം പിന്നാണ് മീനിന്റെ തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് പോകും, പരിപാടി നിങ്ങളങ്ങോട്ട് പറ്റത്തില്ല. സാധനം നഷ്ടപ്പെടുന്നതും അറിയുന്നില്ല, MSCBയുടെ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ, നമ്മൾ അടുത്തൊരു മുന്നോട്ട് പോവാൻ. ഞാൻ പറയുന്ന എപ്പോഴും കണക്ക് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ നഷ്ടമാണെങ്കിലും ഒരു 6 മാസം സമയം 6 മാസം കൊണ്ട് നമുക്ക് ഇത് ലാഭത്തിലേക്ക് മാറ്റിയെടുക്കാം. അതായിരുന്നു എന്റെ പോളിസി. പക്ഷെ ഈ 6 മാസം ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക മൂല്യം കയ്യിലുണ്ടായിരുന്നില്ല. ഈ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് അല്ലെ, ഇത് എന്ത് തരം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ബാക്ക് ടു ബാക്ക് വേണം, പൈസ വേണം എന്നുള്ളതും ഒരു ഘടകമുണ്ട്. ഈ ഇത്രയും ബിസിനസ് ചെയ്തതിൽ ഇതൊക്കെ പൊട്ടി, അല്ലെങ്കിൽ ഇത്തരം പ്ലാനിങ് ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടി,
പക്ഷെ ഒരു പ്ലാൻ പൊട്ടിയപ്പോൾ മാത്രം കിട്ടിയ പ്ലാൻ ഭയങ്കരമായിട്ട് വിജയിച്ചു. എനിക്കൊന്നും ലിനുവിന്റെ കാര്യത്തിൽ തോന്നുന്നു നോക്കിയത് വേറെ ആരും, പക്ഷെ ലിനുവിന് ഭയങ്കരമായിട്ട് അല്ലെ നോക്കിയത് വേറെ ആയിരുന്നല്ല, ലിനുവിനെ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു കൊള്ളല്ലോ എന്ന് തോന്നുമല്ലോ. അപ്പൊ ലിനുവിനെ നോക്കാൻ വേണ്ടി തീരുമാനിച്ച് ലിനുവിനെ വളക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തുടങ്ങുന്നു. തുടങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഭയങ്കര ചെറുപ്പമാണല്ലോ, ചെറുപ്പത്തിന് ചോരത്തലപ്പാണല്ലോ നമുക്ക്. അതൊരു ന്യായീകരണമല്ല, അങ്ങനെ പറഞ്ഞ രക്ഷപ്പെടത്തില്ല. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴത്തേക്കും ലിനുവിന്റെ കൂട്ടുകാരത്തെ കണ്ടപ്പോഴത്തേക്കും ഇത് അന്ന് ഞാൻ കവർപ്പിക്ക് പറ്റിയതാ. പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു അന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയല്ല അറിഞ്ഞേ, പിന്നെ പറഞ്ഞു അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇറക്കണം. അത് പറയാൻ എന്റെ മാന്യതയുടെ മുഖം കൂടി അഴിഞ്ഞു വീണേ ഞാൻ പറഞ്ഞു. ശരിക്കും എനിക്ക് തോന്നുന്നു അതിനുശേഷം വിശ്വാസം തോന്നുന്നു. അല്ല നമ്മുടെയൊക്കെ അരിമണിയിൽ ആരും പേര് എഴുതി വെച്ചിട്ടുണ്ട്. തലേ വരാന്നല്ലേ പറയാ, അരിമണിയല്ല തല വരാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ കുഴപ്പമില്ല. ശരിക്കും ഈ സംഭവം എപ്പോഴാ പറയുന്നത്, എങ്ങനെ ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? അത് കല്യാണത്തിന്റെ ഒക്കെ ഉറപ്പായി, അതായത് ഇവളെന്നെ വിട്ടു പോകത്തില്ല, എല്ലാം സെറ്റാണ്, കല്യാണം കഴിക്കും, എല്ലാം ഉറപ്പായ സമയത്താണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിന്റെ എല്ലാ കൂട്ടുകാരത്തില്ലേ അവളായിരുന്നു എന്റെ ആദ്യത്തെ നോക്കിണ്ടായിരുന്നത്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ഇതില്ലേ, ഇടയ്ക്ക് ഞാൻ എല്ലാ കൂട്ടുകാരത്തി കണ്ടില്ലല്ലോ. എനിക്ക് അത്ര ഡൗട്ട് അടിച്ചില്ല. ഇടയ്ക്ക് പിന്നെ എപ്പോഴും ചോദിക്കുന്നു അവൾ എന്തെടുക്കുവാണ്, അവളുടെ പേര് കല്യാണത്തിന് വന്നിരുന്നു. വന്നപ്പോഴത്തേക്ക് കഴിക്കാൻ പിടിച്ചാൽ ശരി പെട്ടെന്ന് അറിയിക്കോളൂ എന്നുള്ള രീതിയിലേക്ക്.